ഹലോ ഗൈസ്, ലിജോ ജോസ് പെല്ലിശ്ശേരി ആൻഡ് ജോജു ജോർജ് ഇവർ തമ്മിലുള്ളൊരു വിഷയം സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുകയാണില്ലേ. ആൾക്കാർ രണ്ട് ചേരിയിൽ ഓരോ ചേരിയിലായിട്ട് കൂടിയിട്ട് ചില ആൾക്കാർ ജോജു ജോർജിന് അഹങ്കാരമാണ്, ജോജു ജോർജിന് പൈസ കിട്ടാത്തതിൻ്റെ അസൂയയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടീംസ്, ജോർജ് മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കാണ്, അവന് ആളാവാൻ വേണ്ടിയിട്ട് ഒരു ടീം, വേറെ ഒരു ടീം LJPയുടെ കൂടെ നിന്നിട്ട് ജോർജിനോട് ഇതറിയിക്കേണ്ട കാര്യം എന്താണ്, സിനിമ എവിടെ വേണമെങ്കിലും കാണിക്കും, അത് OTTയിലായിക്കോട്ടെ ഫിലിം ഫെസ്റ്റിവലിനായിക്കോട്ടെ, അതൊന്നും കൊടുത്ത് വിഷയമല്ല, അവർക്ക് കാശ് കൊടുത്തില്ലേ, സംവിധായകനും പ്രൊഡ്യൂസറും കാശ് കൊടുത്തല്ലോ ജോർജിന്, പിന്നെ എന്താ വർത്തമാനം പറയുന്നത്, എന്താണ് നെകളിക്കണത് എന്ന രീതിയിലുള്ള ഒരു ടീം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ കേസ്, എൻ്റെ ഒരു തോന്നലാണ്. എനിക്ക് അവരുടെ ആ വീഡിയോ ഒന്ന് പ്രസ് മീറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കേണ്ട ഒരു കാര്യം ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുമ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും അതിൽ ഇടപെട്ട് അത് വിവാദമാക്കാനാണ് ആൾക്കാർ കൂടുതൽ ശ്രമിക്കേണ്ടായിരിക്കുക. പിന്നെ ഇവരുടെ സൗഹൃദത്തിൻ്റെ ഒരു വൈബും ടോണൊന്നും സോഷ്യൽ മീഡിയയിൽ ഇത് കാണുന്ന സാധാരണക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാർ കയറിയിട്ട്, സിനിമാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരനെ കയറിയിട്ട് ചിലപ്പോൾ ഇവരെ തമ്മിൽ തല്ലിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള കുറച്ച് ആളുകൾ പ്രതികരിച്ച് കണ്ട്, ഇപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് തെറിയാണ് പറയുന്നത് എനിക്ക് ബോധമൊന്നുമില്ലേ, അന്ന് സിനിമയിൽ അഭിനയിച്ചിട്ട് ഇപ്പോൾ വന്നിട്ട് അത് ചെയ്യേണ്ടായിരുന്നു തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇതിപ്പോൾ നാണക്കേടായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. അന്ന് ഈ നാണക്കേടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ, കുറച്ച് ആളുകൾ അല്ലേ, ഇവിടെ ജോർജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒക്കെ ഒരു കലാകാരൻ എന്ന രീതിയിൽ അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്ന ആളുകൾ. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇവരുടെ സൗഹൃദത്തെ, ഇനിയുള്ള സൗഹൃദത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് എൻ്റെ കൺസേൺ. അവർ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള പരിഹാരം അവർക്ക് തന്നെ കിട്ടുമായിരുന്നു. അവരവരുടെ വിഷമം കൊണ്ടാണ് ജോർജ് പറഞ്ഞതെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. എന്താണെന്നറിയില്ല, വേറൊരു അജണ്ട അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതാണ് ഈ കമ്മ്യൂണിക്കേഷൻ സൗഹൃദത്തിൽ നല്ല രീതിയിൽ ആയില്ലെങ്കിൽ ഉണ്ടാകുന്ന കുറച്ച് വിഷയങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതിനുള്ളൊരു എക്സാമ്പിളായിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത്. പിന്നെ രണ്ടുപേർക്കും ഈ പറയുന്ന പോലെ ഒരു 5 ലക്ഷത്തിൻ്റെ 10 ലക്ഷത്തിന് വേണ്ടി ഒരു സൗഹൃദത്തെ അവരില്ലാണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒരു OTT റിലീസും ഫിലിം ഫെസ്റ്റിവലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ആർട്ട് വർക്കിൻ്റെ പേരിൽ ഒരു സൗഹൃദത്തെ അവർ രണ്ടുപേരും നശിപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സിനിമയുടെ പേരിലൊക്കെ അറിയില്ല ഇനി എന്താ അവർക്കിടയിൽ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. എന്തായാലും അവർ ഒരുമിച്ച് കൂടുതൽ സിനിമകൾ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. ബൈ.